ഭക്തിസാന്ദ്രമായ ചിത്രമാണ് എല്ലാവരും വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല, ഇതൊരുപാട് ഒരു ഫൺ എലിമെൻസും കാര്യങ്ങളൊക്കെ മൂവിയിട്ടുള്ള ചിത്രം തന്നെയാണ്. ഈ ബിന്ദാസാണ് ഡാഷ് ചെയ്തത്. അത് മുൻ ചിത്രം അന്താഷ്, അതുപോലെ തന്നെ ജയശേഖര തന്നെയായിരുന്നു. അപ്പോൾ 2 ചിത്രങ്ങൾ ഒരെണ്ണം ഓട്ടിയിട്ടാണെങ്കിൽ പോലും വൻ ചാക്യാഭിഷയും വൻ വിജയമായ ചിത്രം തന്നെയായിരുന്നു. അത് നമ്മൾ ഇതിലോട്ട് കിടക്കുമ്പോൾ ഇതിൽ കാശി നോക്കിയാൽ മലയാളത്തിൽ തന്നെ പ്രമുഖ താരങ്ങളായ പൃഥ്വിരാജ് സുകുമാരൻ, ബേസിൽ ജോസഫ്, അനശ്വരാജ്, നിഖിലാമി മുമ്പിൽ ബൈജു, ജഗദീഷ് തുടങ്ങിയ ഒരുപാട് താരങ്ങൾ ഇതിലുണ്ട്. യോഗ്യഭാവും ഇത് പ്രധാനമായ റോൾ വരുന്നുണ്ട്. അതുപോലെ അജു വർഗീസ്. അപ്പോൾ ഓരോ വ്യക്തികൾക്കും തനതായ റോൾ തന്നെ അതിയുക്തമായി തന്നെ സ്പേസ് കൊടുത്തിട്ടുണ്ട്. അവരത് വളരെ മനോഹരമായി തന്നെ ചെയ്തു. അപ്പോൾ ഗുരുവായൂർ അമ്പലനടയെ കുറിച്ച് പറയുമ്പോൾ തുടക്കം തൊട്ട് ഒടുക്കം വരെയും അതായത് ഒരു കോമഡി ബൈബിൾ സമ്മാനിക്കുന്ന ചിത്രം തന്നെയാണ് ഗുരുവായൂർ അമ്പലനട എന്ന പണ്ട മൂവി. കാരണം ഒരു തരത്തിൽ പോലും എവിടെയും ബോറടിപ്പിക്കുന്നില്ല. ലെങ്ത്ത് കൂടിയാൽ പോലും അതിൻ്റെ ആവശ്യമായ ഘടകത്തെല്ലാം സ്പേസ് വിട്ടുകൊടുത്തിട്ടുണ്ട്. കാരണം ഓരോ വ്യക്തിക്കാണെങ്കിൽ പോലും അവരുടേതായ ഒരു അഴിഞ്ഞാറ വിട്ടുള്ള അവസ്ഥ തന്നെ സമ്മാനിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇതിൻ്റെ തുടക്കം തൊട്ട് ഒടുക്കം വരെയും പോലും ആ സ്പേസിലാണ് ഓരോ വ്യക്തികൾ അഭിനയിച്ചത്. അതിൻ്റെ അപ്പുറത്തോട്ട് എന്താ പറയുക ഓവർ ആക്ടിങ് ചെയ്ത് ചളമാക്കിയ രീതിയിലൊന്നും തന്നെ ഇതിൽ ചെയ്തിട്ടില്ല. അതിമനോഹരമായി തന്നെ ഓരോ വ്യക്തികളും ചെയ്തു. അതിന് സപ്പോർട്ടായിട്ട് എന്താ പറയുക, ഇതിൻ്റെ മേക്കപ്പ് ആണെങ്കിലും വസ്ത്രാലങ്കാരമാണെങ്കിലും അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും പാട്ടുകളാണെങ്കിലും ഓരോ സീൻസ് ബൈ സീൻസ് ആണെങ്കിൽ പോലും അതിമനോഹരമായി സപ്പോർട്ട് തന്നെ ഓരോ വ്യക്തികളും നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇതിലൊരു പറയുന്നുണ്ട് ഗുരുവായൂർ എന്ന് പറഞ്ഞ ഒരു ചിത്രത്തിൽ ഇതിന് വേണ്ടിയിട്ട് സെറ്റിട്ടാന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇതിൽ എനിക്ക് തോന്നുന്നു സെറ്റാണോ VFX ആണോ ഒറിജിനലാണോ യാതൊരു വിധത്തിലും സംശയമാണ് എനിക്ക് തോന്നിയിട്ടുള്ളൂ. എങ്കിലും ഏതൊക്കെ ആണെങ്കിൽ പോലും അതിഗംഭീരമായി തന്നെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. കാരണം കാണുന്ന പ്രേക്ഷകർക്ക് നല്ല രീതിയിൽ തന്നെ ആ ഗുരുവായൂർ എന്ന് പറയുന്ന സ്പേസ് അല്ലെങ്കിൽ അമ്പലം കാണാൻ വേണ്ടി സാധിച്ചു തന്നെയാണ് ഏറ്റവും മികച്ച കൈയടിക്ക് തോന്നിയിട്ടുള്ളത്. അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ മികച്ചൊരു കൈയടി കൊടുക്കേണ്ടത്. ഓരോ വ്യക്തികൾക്കും നമ്മൾ മികച്ച കൈയടി കൊടുക്കണം. അതുപോലെ തന്നെ പ്രകടനത്തിനാണെങ്കിൽ പോലും ഞാൻ മുന്നേ തന്നെ പറഞ്ഞു പൃഥ്വിരാജ് സുകുമാരൻ പറഞ്ഞ നാടൻ കോമഡി വഴങ്ങോ ഇല്ലെന്ന്. പക്ഷെ ആ വ്യക്തി അനായാസമായി ഇതിൽ കോമഡി ചെയ്തു. അത് മികച്ചൊരു കൈ തന്നെയാണ്. ഓരോ വ്യക്തികളും എടുത്തു പറഞ്ഞ ഒരുപാട് സീൻസിനെ പോലും നമ്മൾ എടുത്തു പറയുന്നില്ല. തീർച്ചയായിട്ടും ഗുരുവായൂർ അമ്പലനട എന്ന പടം നിങ്ങൾ കണ്ടു അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ സപ്പോർട്ട് ചെയ്തൊരു ഷോർട്ട് റിവ്യൂ ആയിരുന്നു. അതായിരിക്കും ബൈ.